ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവരുടെ റോള് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഞാനൊന്ന് ചെയ്യാൻ വിത്ത് യുവർ പെർമിഷൻ. വിത്ത് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഞാനൊരു കലാകാരനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതായത് അദ്ദേഹം സിനിമയിൽ വന്ന ആദ്യത്തെ ഒരു ഷോട്ട് ഉണ്ട്. അതായത് ഒരു ലോങ് കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരികയാണ്. റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിൽ ഒരു ലോങ് കോട്ട് ഇട്ടിട്ട് ഇൻട്രൊഡ്യൂസിംഗ് സായ് കുമാർ എന്ന് കാണിച്ചപ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്. യെസ്, with a big round of applause, ladies and gentlemen, please welcome Sai Kumar, the one and only Sai Kumar, please. I want to make it good. Yes, Sai. നമുക്ക് ഇരിക്കല്ലേ? ഇത് എല്ലാവരും ഇരിക്കും. ഇത് നമ്മുടെ സ്വന്തം വീട് പോലെ കണക്കാക്കാം. ഇവിടെ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. സായി എന്നോട് ചോദിക്കാനുള്ള എല്ലാം സായിക്ക് ചോദിക്കാം, ഞാൻ സായിയോട് ചോദിക്കാനുള്ള എല്ലാം ഞാനും ചോദിക്കാം. ജഗദീഷ്, ഞാനൊരു കാര്യം ചോദിക്കുന്നത് വരുന്നു. നമ്മൾ ഒരുപാട് കോമഡി ഇതുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജഗദീഷ് വളരെയേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ വന്നിട്ടുള്ള സിനിമകളിൽ കാണുന്ന തരം കോമഡിയിൽ നിന്ന് ഈ മധുവിധു എന്താണ് വ്യത്യസ്തമായി മാറുന്നത്? ഓക്കെ, നല്ല ചോദ്യം. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മധുവിധു സാധാരണ കോമഡി ചിത്രങ്ങളിൽ നിന്നും എത്രത്തോളം അല്ലെങ്കിൽ എങ്ങനെ ഡിഫറൻ്റ് ആണ് എന്നാണ് സായി ചോദിക്കുന്നത്. ഞാൻ വ്യക്തമായ ഉത്തരം തരാം. ഒന്ന്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി ലൈനല്ല മധുവിധുവിനുള്ളത്. ട്രെയിലർ കണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കും. ആ രീതിയിലല്ല കഥ മൂവ് ചെയ്യുന്നത്. ഇത് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഒന്ന്. രണ്ട്, ഫാമിലി അല്ലെങ്കിൽ ഫീൽ ഗുഡ് എന്ന് പറയുന്ന സിനിമ റിവ്യൂവേഴ്സ് പലപ്പോഴും യൂട്യൂബേഴ്സും കാര്യങ്ങളും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഫീൽ ഗുഡിനെ ഇപ്പൊ ചെറുതായി കളിയാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇത് ഫീൽ ഗുഡ് ഒതുക്കി നിർത്തണ്ട, ഇത് ഫാം കോം ആണ്, ഫാമിലി കോമഡി. ഓക്കെ, അതാണ് ഡിഫറൻസ്. അടുത്ത ചോദ്യം. ഇല്ല, അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ഈ കഥാപാത്രങ്ങളെ ഒരു രീതിയിൽ നിന്ന് അടുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. അതില് എല്ലാ കഥാപാത്രത്തിനും ഒരു തുടക്കവും അവസാനവും ഉണ്ടോ? അതിപ്പോ ഒരു അല്ലാത്ത രീതിയിൽ നിന്ന് പോകുന്നത് അല്ല. എല്ലാ കഥാപാത്രങ്ങൾക്കും, ഇതിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു ആദ്യ മധ്യാന്തമുണ്ട്. അതോടൊപ്പം മാർക്കോസ് എന്ന കഥാപാത്രമായിട്ട് സായിയുടെ കണ്ണ് വെച്ചൊരു എക്സ്പ്രഷൻ ഉണ്ട്. ചുമ്മാ അല്ല അസീസ് പേടിച്ചത്. അപ്പോ മാർക്കോസിന്റെ ആ പവർ ഇത് സായികുമാർ മാത്രം ചെയ്യേണ്ട വേഷമാണ് എന്ന് നമുക്ക് തോന്നുന്നു. ഷറഫുദ്ദീന്റെ വേഷം കണ്ടാൽ ഷറഫുദ്ദീനാണ് ഇത് ചെയ്യേണ്ടത് എന്ന് തോന്നും. കല്യാണിയുടെ വേഷം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും കൊള്ളാമല്ലോ, മലയാള സിനിമയ്ക്ക് ഒരു നല്ല നായികയെ കിട്ടിയിട്ടുണ്ടല്ലോ. അതാണ് ഇതിന്റെ അസീസിന്റെ നല്ല കോമഡി. അസീസിനെ സംബന്ധിച്ചിടത്തോളം അസീസിന്റെ വളർച്ചയുടെ ഗ്രാഫ് ഞാൻ വളരെ അഭിമാനത്തോടെ നോക്കി കാണുന്ന ഒരാളാണ്. അസീസിന്റെ സെലക്ഷൻ ഓഫ് റോൾസ്, ആ കണ്ണൂർ സ്ക്വാഡിലൊക്കെ അസീസിന്റെ ഇമോഷൻസ് ഒക്കെ എനിക്ക് സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇതില് അത്തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട്, അസീസിന്റെ കോമഡി ഉണ്ട്. അതെല്ലാം സംവിധായകനും തിരക്കഥാകൃത്തും ചേർന്ന് ഒരുക്കിയിരിക്കുക. പിന്നെ വേറൊരു സസ്പെൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിനകത്തൊരു ക്യാമിയോ, ചെറിയ ഒരു വേഷത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദു പണിക്കർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ ആ ഒരൊറ്റ സീൻ കണ്ടാൽ, ഞാൻ ഇന്ന് പറയുന്നു, നാളെ നിങ്ങൾക്ക് കാണാം, ആ ഒരൊറ്റ സീൻ നോക്കിക്കോളൂ. അതില് ബിന്ദു പണിക്കർ ഇട്ടിട്ടുള്ള ചില എക്സ്പ്രഷൻസ്, മൈന്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, അത് തീർച്ചയായിട്ടും ചിരി ഉണർത്തും. എക്സ്പീരിയൻസ്, അഭിനയത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് നേരിട്ട് ദർശിക്കാൻ കഴിയും. ബിന്ദു പണിക്കർ പ്ലീസ് വരൂ. അദ്ദേഹത്തിന്റെ വലതു ഭാഗത്തോ ഇടതു ഭാഗത്തോ എവിടെ വേണമെങ്കിലും ഇരിക്കും. ഞാൻ പെട്ടെന്ന് മാറിത്തരാം. ഹേമന്ത് പ്ലീസ്. ബിന്ദുവിനെ നമ്മൾ കോമഡി രൂപത്തിൽ കണ്ടിട്ടുണ്ട്, സീരിയസ് വേഷത്തിൽ കണ്ടിട്ടുണ്ട്. കേരള ഗവൺമെന്റിന്റെ മികച്ച ക്യാരക്ടർ ആക്ട്രസിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയാ, ഏത് വേഷവും ഇതിന് ഒരു റോള് വിഷ്ണു അരവിന്ദും ബിബിനും ജയവിഷ്ണു ഒക്കെ സംശയം പ്രകടിപ്പിച്ചു, ഇത്ര ചെറിയ വേഷം ബിന്ദു ചെയ്യുമോ? പക്ഷെ ബിന്ദു ഒരു മടിയും കൂടാതെ, അത് കല്യാണി ഉള്ളത് കൊണ്ടല്ല കേട്ടോ, ആ വേഷം ചെയ്തു. ആ വേഷം ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ബിന്ദു ആണ് ചെയ്യേണ്ടത്. അത്ര ഒരു ചെറിയ അപ്പിയറൻസ് ആണെങ്കിൽ പോലും അതിനകത്ത് കുറച്ച് സാങ്കത്യമുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി ഒന്നോ രണ്ടോ, ഇനി ബിന്ദുവിന് ചോദിക്കാനുള്ള, എന്നോട് ചോദിക്കാനുള്ള ചോദിക്കാം, സായിയോട് ചോദിക്കാനുള്ള ചോദിക്കാം. സായിയുടെ വീട്ടിൽ വെച്ച് ചോദിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഇവിടെ വെച്ച് ചോദിച്ചോളൂ.
ചോദിച്ചോട്ടല്ലേ, എന്നുള്ള അവസരമല്ലേ. സായി ഉത്തരം മുട്ടിക്കരുതേ പ്ലീസ്. ജഗദീഷിന്റെ എന്താ പറയാ, നല്ല വാക്കുകൾക്ക്, സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് ഒരുപാട് നന്ദി, സന്തോഷം. പിന്നെ എനിക്ക് ഇവരോടൊക്കെ എന്താ ചോദിക്കുക, എന്നെക്കാളും സീനിയർ ആർട്ടിസ്റ്റുകളാണ്, നിങ്ങളെ പോലെ തന്നെ ഞാനും കണ്ടു വളർന്നതാണ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ചോദിക്കാനൊന്നുമില്ല ജഗദീഷേട്ടാ, വീട്ടിൽ തന്നെ ഉള്ളത്. അല്ല, ഈ സിനിമയെ കുറിച്ചുള്ള ബിന്ദുവിന്റെ പ്രതീക്ഷകൾ എന്താണ്? എനിക്ക് ഇത് എപ്പോഴും സ്പെഷ്യൽ തന്നെയാണ്. ഞങ്ങളുടെ മോള് ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ. പിന്നെ എല്ലാവരും അതൊന്ന് കാണുക പറയുന്നത് ഏതൊരു ആർട്ടിസ്റ്റിനേക്കാൾ ഉപരി ഒരു അച്ഛനമ്മ എന്ന് പറഞ്ഞ് കാണുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. ഒരു അമ്മയുടെ പ്രതീക്ഷ അല്ലേ, ഒരു അമ്മയുടെ സന്തോഷം, തീർച്ചയായിട്ടും. അതൊക്കെയാണ് നാളെ പൂവണിയാൻ പോകുന്നത്. തീർച്ചയായിട്ടും.